ഞാൻ വന്നിട്ടുള്ളത്. ഇത് നോക്കിക്കണേ, ഇന്ന് ഞാനൊരു വലിയൊരു ആമർ, ഒരു 10 കിലോ ഒരു ആമർ മേടിച്ച് ഞാൻ ഫിലയാക്കി എടുത്തതാണ്. ഞാൻ ഫിലയാക്കി വാങ്ങിച്ച് എനിക്ക് പാർട്ടിയുടെ ആവശ്യമുണ്ട്, അതാണ് ഫിലയാക്കി വാങ്ങിച്ചത്. ഞാൻ ആദ്യം ഇതേപോലത്തെ പീസ് ഇങ്ങനെ അത്രയും കുറച്ച് വലിയ പീസാക്കി ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഞാൻ പീസാക്കി ഇതേപോലത്തെ പീസാക്കി ഞാൻ കണ്ടല്ലോ, 3 ഫിംഗറിൻ്റെ കണക്കിന് നമുക്കിത് പീസാക്കി കട്ട് ചെയ്യാം. കുറച്ച് വലിയ പീസ്, പാർട്ടി ആയതുകൊണ്ട് കുറച്ച് വലിയ പീസ് വേണം. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കഴുകി നല്ല വൃത്തിയാക്കി കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് മസാല ആക്കണം എങ്ങനെയെന്ന് നോക്കാം. ഞാൻ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീർ ചില്ലി പൗഡർ ചേർത്ത് കൊടുത്ത് 1/2 ടീസ്പൂൺ കുരുമുളക്, പെപ്പർ കുരുമുളകാണ്. കണ്ട് കുറച്ച് മതി. ഇനി നമുക്ക് ചേർക്കേണ്ടി ഉള്ളതാണ്, ഇനി മസാല ആക്കുമ്പോൾ ചേർക്കേണ്ടി ഉള്ളതാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ക്ലോസ്. അടുത്തത് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കണ്ട 2 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി 20 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. 20 മിനിറ്റ് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. സോസ് ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്ക് അടുത്ത റൈസ് ഉണ്ടാക്കണം എങ്ങനെയെന്നൊന്ന് നോക്കാം. ഞാൻ അതിനൊരു ചെമ്പ് വെച്ചിട്ടുണ്ട്. ഞാനൊരു ചെമ്പ് വെച്ച് കണ്ട എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തു. പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു 2 സവാള അരിഞ്ഞത്, ഒരു 2 ടീസ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തത്, ഒരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, ഇളക്കുന്നത്. എരിവില്ലാത്ത നീളമുള്ള പച്ചമുളകും 2 എരിവ് ഇല്ലാത്ത ചുമന്നുമുളകും, 2 മാജിക് ക്യൂബ് പൊട്ടിക്കുമ്പോൾ 4 പീസുണ്ട്, അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് 1, 2, 3, 4 ടീസ്പൂൺ. ഞാൻ 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. മാജിയും കൂടെ ഇട്ടുകൊണ്ടാണ് 4 ടീസ്പൂണെങ്കിലും 2 ടീസ്പൂണേ വരവുള്ളൂ, ചെറിയ സ്പൂണാണ്. ഏലക്കാരപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി, ബസ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കാം. ഇനി നമ്മളുണ്ടാക്കിയ മീനും ചോറും ഒന്ന് സർവ് ചെയ്താലോ. റൈസ് ഞാനിവിടെ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. വലിയൊരു കാസറോൾ എടുത്തിട്ടുണ്ട്. ഈ കാസറോളിനകത്തോട്ട് നമുക്കൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. ബിസ്മില്ലാ. നോക്കി ഒരു ചോറ് കണ്ടു. ആവി പറക്കുന്ന ചോറാണ് കേട്ടോ. ഇതിലാണ് നമ്മൾ മീൻ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ, മീനെല്ലാം തയ്യാറാക്കി. ഇത് ഇത്രയും ചോറിട്ട് ഇനി നമുക്ക് മീനാണ് വെച്ച് കൊടുക്കേണ്ടിയുള്ളത്. മീൻ നമ്മളെ സോസോട് കൂടിയാണ് മീനാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് മീൻ വെച്ച് കൊടുക്കാം. സോസ് കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഞങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എടുത്ത് വെച്ചത്. വെച്ച് കൊടുക്കാം മക്കളെ. നമുക്ക് ഇതിനകത്തോട്ടൊന്ന് സർവ് ചെയ്ത് വെച്ച് കൊടുക്കണം. നിങ്ങളെ കാണിക്കണമെങ്കിൽ നിങ്ങളാണ് എൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ. കണ്ട ബിസ്മില്ലാ. കണ്ടാ ഓരോ കഷ്ണങ്ങൾ എടുത്ത് നമുക്ക് അതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാറുണ്ട്. മീൻ കുറച്ച് ടഫായിട്ടുള്ള മീനാണ്, പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അതിലോട്ട് ഒരു നാരങ്ങ ഫ്രൈ ഒനിയനും കൂടെ വരും. കുറച്ച് ഫ്രൈ ഒനിയൻ ഇതിൻ്റെ സൈഡിലോട്ട് ഇട്ട് കൊടുക്കണം. ഈ ചോറ്റിൻ്റെ സൈഡിലോട്ട് കുറച്ച് ഫ്രൈ ഒനിയൻ ഇട്ട് കൊടുക്കണം. നമുക്ക് നാരങ്ങയും കൂടെ ഡിസൈൻ ചെയ്ത് വെച്ച് കൊടുക്കാം. ഒരേ പീസ് നാരങ്ങ അവിടെ നമുക്ക് ഓരോന്ന് ഇതുപോലെ ഡിസൈൻ ചെയ്ത് വെച്ച് കൊടുക്കുമ്പോൾ കാണാനൊരു മൊഞ്ചാണ്. സൈഡിലോട്ട് 2 പച്ചമുളകും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരല്പം ഫ്രൈ ഒനിയനും കൂടെ ഇട്ട് കൊടുത്ത് അല്പം മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകളിലോട്ട് അല്പം മല്ലിയില ഇതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. കണ്ട ഇതാണ് മക്കളെ ആമൂർ റൈസ് വിത്ത് ഫിഷ് സോസ്. ഒരു ചെറിയ ഇത് എരിവുള്ളതായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ചീലി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിലോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? യാ മക്കളെ, കണ്ടല്ലോ നിങ്ങൾ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.